ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ എവിടെ പോവാ? നമ്മൾ എറണാകുളത്ത് നിന്ന് ഇപ്പോൾ ബസ് കയറി ഞങ്ങൾ മൂന്നാറിലേക്ക് പോവാണ്. കുറേ നാളുകളായിട്ട് നമ്മൾ പ്ലാൻഡ് ട്രിപ്പ് അല്ല ആക്ച്വലി, ഭയങ്കര പ്ലാൻഡ് ട്രിപ്പ് അല്ല. ലക്ഷ്മി കുറേ പോകാത്ത നമുക്ക് എവിടെയെങ്കിലും പോകാറുണ്ട്. അപ്പോൾ ലക്ഷ്മിധറിന് എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കൊടൈക്കനാൽ, ഊട്ടി, കുറേ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി മൂന്നാർ 4 സ്ഥലങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ മൂന്നാർ വന്നിട്ടില്ലായിരുന്നു. ലക്ഷ്മി വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചെങ്കിൽ ലക്ഷ്മി എറണാകുളത്തായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ നമുക്ക് മൂന്നാർ പോകാം, ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ് ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. ഒരു 3-4 ഡേയ്സ് അല്ലേ? 3-4 ഡേയ്സ് അതുകൊണ്ട് നടന്നു. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നമ്മളെ കൂടെ 2 പേരും കൂടി ഉണ്ട് ഗൈസ്. എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 8:30 ബസ്സിനായിരുന്നു ഞങ്ങൾ യാത്ര തുടങ്ങിയത്. നല്ല അടിപൊളി യാത്രയായിരുന്നു. നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു യാത്രയായിരുന്നു. ഇപ്പം നമ്മൾ അടിമാലി എത്തിയിട്ടുണ്ട്. ഇവിടെ ബസ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്. പാറും അനകയും ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. സ്ഥലം പോകും, സീറ്റ് പോകും. ഇല്ല സാധനങ്ങളെല്ലാം കാര്യമായിട്ട്. ഇനി ഇവിടുന്ന് നേരെ ഡയറക്റ്റ് മൂന്നാർ നമ്മൾ ഹെയർ പിൻ കേഴ്സ് കയറാൻ പോവാണ്. നല്ല രസമുണ്ടായിരുന്നു ബസ് യാത്ര. നല്ലൊരു ഉറക്കമൊക്കെ ഞങ്ങൾ ഉറങ്ങി. കയറിയിട്ടൊരു 2 ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം വീണ്ടും ഇരിക്കും. കുലുങ്ങി മൊത്തം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അടിമാലി എത്തി. ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴേക്കും ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും മൂന്നാറിൽ സൂര്യനെല്ലിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ യാത്രയുണ്ട് സൂര്യനെല്ലിയിലോട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഒരു ജീപ്പോ അല്ലെങ്കിൽ ബസ്സോ എടുക്കണം. അപ്പോൾ ബസ്സിൻ്റെ ടൈമിങ് നമുക്കറിയത്തില്ല, പിന്നെ എപ്പോൾ എത്തുമെന്ന് അറിയത്തുള്ളൂ. ഞങ്ങളൊരു ജീപ്പാണ് എടുത്തത്. ഒരു ഷെയർ ജീപ്പായിരുന്നു. ഒരു പെർ ഹെഡ് 100 റുപ്പീസ് വെച്ചാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ മൂന്നാറെത്തി. മൂന്നാർ മഹാറാണി ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിക്കുന്നത്. വിശന്നിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യ. ഞങ്ങളങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തു. തമിഴ്നാട് സ്റ്റൈൽ കഴിക്കാൻ പോവാണ്. ബിരിയാണി എങ്ങനെയുണ്ട് പാറു? ആകാശപ്പുഴനിൽ കുതിച്ചുപോ കണ്ടു മലനിര കണ്ടു താഴ്വര മാമരം കണ്ടേ. ഞങ്ങൾ മൂന്നാർ എത്തി. ഇപ്പം ഞങ്ങൾ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സൂര്യനെല്ലിക്ക് ഒരു ജീപ്പ് എടുത്തിരിക്കുകയാണ്. ഷെയർ ജീപ്പാണിത്. ഷെയർ ജീപ്പാണ്. പെർ ഹെഡ് 100 റുപ്പീസ് ചോദിക്കുന്നത് സൂര്യനെല്ലി ടൗണിലേക്ക്. സോ ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഇരിക്കും. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ്. എത്ര വട്ടം കണ്ടാലും എനിക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നൊരു സ്ഥലമാണ് മൂന്നാർ. ഇതെൻ്റെ 5th or 6th ടൈമാണ്. ഒരു മടുപ്പ് തോന്നിയിട്ടില്ല ഈ സ്ഥലത്തിനോട്. കാരണം ആർക്കാണ് ഈ ഒരു സ്ഥലത്തിനോട് മടുപ്പ് തോന്നുന്നത്? അത്രയ്ക്ക് ഭംഗിയല്ലേ. ഞങ്ങളുടെ യാത്ര ചെന്ന് അവസാനിക്കുകയല്ല, ശരിക്കും തുടങ്ങുന്നത് ക്യാമ്പ് വുഡി എന്ന് പറഞ്ഞൊരു ക്യാമ്പ് സൈറ്റിലേക്കാണ്. അവിടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ സൂര്യനെല്ലി ടൗണിൽ നിന്ന് ഏകദേശം ഈ കാണുന്ന ഈ മലയൊക്കെ കയറി, മലയല്ല ഒരു കുന്നുപോലത്തെ ഒരു സംഭവമൊക്കെ കയറിയാണ് നമ്മൾ പോകുന്നത്. ഒരു മാരിയമ്മൻ കോവിലൊക്കെ ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി വരുന്നത്, ക്യാമ്പ് വുഡി. അപ്പോൾ പ്രോപ്പർട്ടിയിലോട്ട് വേറെ ജീപ്പ് പോവില്ല. ഈ ഒരു കോവിലിൻ്റെ അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. ആ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം അതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് പ്രോപ്പർട്ടി. ആ ഒരു ദിവസം ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളായിരുന്നു. സോ ഞങ്ങൾ ഫുള്ളി എൻജോയ് ചെയ്തു. പ്രോപ്പർട്ടി മൊത്തത്തിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു.
ഗൈസ് ഞങ്ങളങ്ങനെ ക്യാമ്പർ ക്യാംവുഡിയുടെ ഞാൻ സംസാരിക്കുന്നത് സംസാരിച്ചു ദാറ്റ് ഈസ് ലീച്ച് ഡെസ്റ്റിനേഷൻ. ഓ മൈ ഗോഡ്, അത് ലീച്ച് അല്ലായിരുന്നു. ലീച്ച് ഭയങ്കര ചെറുതാട്ടോ, താൻ അറിയത്തില്ല കേറിയാ പോലും. ആം ദ ട്രാവലർ എന്ന് പറഞ്ഞൊരു ട്രാവൽ ഏജൻസി പേജുണ്ട്. അവിടുത്തെ ജോബിൻ ചേട്ടൻ വഴിയാണ് ഞാൻ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്തത്. അടിപൊളി പ്രോപ്പർട്ടി. സോ ഗൈസ്, ഞങ്ങൾ പ്രോപ്പർട്ടി റീച്ച് ചെയ്തു. ഞങ്ങളുടെ ഭാഗ്യമാണോ എന്താണെന്ന് അറിയത്തില്ല, ഇന്നിവിടെ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. വലിയൊരു പ്രോപ്പർട്ടിയാണ്. ഇന്ന് ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. നാളെ ഇതൊരു മാസ് ബുക്കിംഗ് ഉണ്ട് 40 പേരുടെ. എന്തോ രക്ഷപ്പെട്ടു. ഫ്രീ ടെൻറ്റിൽ ഏത് ടെൻറ്റ് വേണമെങ്കിലും ഞങ്ങൾക്ക് ചൂസ് ചെയ്യാം. എല്ലാ ടെൻറ്റും കയറി നടന്ന് കാണുവാണ്. പിന്നെ ഇവിടെ വേറൊരു സ്പെഷ്യൽ അതിഥിയുണ്ട്. ദിസ് ഇസ് സ്റ്റെല്ല. സ്റ്റെല്ല ഇവരുടെ ഒരു അംഗമാണ്. വന്നപ്പോഴേ പാല് വട്ടിക്കൊണ്ട് വന്ന് സ്റ്റെല്ല ജങ്ക് ഫുഡ് കഴിക്കില്ല അല്ലെ സ്റ്റെല്ല? പാറപ്പുറത്ത് പോകുമ്പോൾ ഡാമാണ് കാണുന്നത്. ചേച്ചി വെയിറ്റ് ചെയ്യുന്നടാ. പ്രോപ്പർട്ടി മൊത്തം ഒന്ന് കാണിക്കാം. ഇതാകുമ്പോ 2 ഐസൊലേറ്റ്. തണുപ്പ് തുടങ്ങിയല്ലേ? ചേച്ചിയുടെ പേരെന്താ? മെറ്റിൽഡ. മെറ്റിൽഡ കേട്ട്. രണ്ട് ടെന്റ്. ഇതാണ് ആംബിയൻസ്. ഞങ്ങൾ ആദ്യം മേളത്തെ ടെൻ്റ് എടുത്തത്, പക്ഷെ ഇതാണ് കുറച്ചുകൂടെ. പക്ഷെ നമ്മുടെ സാധനങ്ങൾ അവിടെ റൂമിൽ വെച്ചേക്കും അല്ലേ? ഇതെടുക്കാൻ ചേച്ചി. അപ്പൊ ഇതിലേതൊരു ടെൻ്റ് ഞങ്ങൾ ചൂസ് ചെയ്യാൻ പോവാ. ഇതല്ലേ വ്യൂ? സോ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കട്ടൻ ചായ ബിസ്ക്കറ്റും. നിങ്ങൾക്കറിയാമോ ചായയുടെ മധുരം ഉയരം കൂടുന്തോറും വർദ്ധിക്കും. ശരിയായിരിക്കും. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. നല്ല ചായ. ബാക്കിൽ കോടമഞ്ഞ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും അവിടെ ഒരു ഡാം ഉണ്ട്. ആനയിറങ്ങൽ അങ്ങനെ എന്തോ ആണ് പേര് കേട്ടോ. നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അരിക്കൊമ്പനൊക്കെ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന ഡാം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ എന്തോ ആണ് എൻ്റെ പേരും. ഇപ്പം നമുക്ക് ശരിക്കും ഡാം കാണാൻ പറ്റുന്നില്ല, ബിക്കോസ് കോടമഞ്ഞ് കയറിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു മലയുണ്ട്. മലയാണെന്ന് തോന്നുന്നു. റോക്ക് വ്യൂ പോയിന്റ്. റോക്ക് വ്യൂ പോയിന്റിലോട്ട് പോയി. പ്രോപ്പർട്ടിയിൽ തന്നെ ഉള്ളതാ. അങ്ങോട്ടേക്ക് നടക്കുകയാണ്.
ബീച്ചസ് ഉണ്ടോ ആവോ? നമ്മൾ ആകാശത്തും താഴെ ഭൂമി. തിരിച്ച് ഇതുവഴി നടന്നു മതി. അവിടെ ഓടി വന്നില്ല, അയാൾ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് സ്റ്റെല്ല ഓടി ഇങ്ങനെ താഴോട്ട്. സോ ഫാർ എക്സ്പീരിയൻസ് പറ. ഗുഡ് എക്സ്പീരിയൻസ്. കുറേ നേരം റോക്ക് വ്യൂ പോയിന്റിൽ ടൈം സ്പെൻഡ് ചെയ്ത് സൺസെറ്റൊക്കെ കണ്ട് നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു. അതെല്ലാം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് 10 സ്റ്റേഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം മൂനോക്കാടൊക്കെ കളിച്ചു. പിന്നെ അവിടെ തന്നെ അമ്പും വില്ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കളിച്ച് നല്ല ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ അവിടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പാട്ടൊക്കെ കണക്ട് ചെയ്ത് പിന്നെ പാട്ടും ഡാൻസുമായി. ഞങ്ങൾ മാത്രമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീഡം ആയിരുന്നു. നല്ല എന്താ പറയുക, ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഒരു കുറേ നാളിന് ശേഷം ഒരു നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. എല്ലാ പ്രോബ്ലംസും ടെൻഷൻസും ഒക്കെ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ച് അല്ലെങ്കിൽ മറന്ന് ഞങ്ങൾ സന്തോഷം കണ്ടെത്തുമായിരുന്നെന്ന് തോന്നിപ്പോയി. രാത്രിയിൽ വേറൊരു ചേട്ടനായിരുന്നു അവിടെ നിന്നത്. ധർമ്മരാജൻ എന്നായിരുന്നു പേര്. ആ ചേട്ടൻ തന്നെയാണ് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തത്. നല്ല അടിപൊളി ഫുഡായിരുന്നു, ശരിക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ചപ്പാത്തിയും ഗീ റൈസും ചിക്കൻ കറിയും നല്ല ടേസ്റ്റായിരുന്നു എല്ലാം. ചേട്ടൻ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്തതാ. നെയ്ച്ചോറ്, ഗീ റൈസ്, ചപ്പാത്തി, ചിക്കൻ മരുവി, ഗീ റൈസ്, നല്ല തണുത്തിട്ടിരിക്കുക. നല്ല വിശപ്പുണ്ട്. വിശന്നിട്ട് കണ്ണും കാണാൻ വയ്യ, എന്താ പറയുന്നതെന്ന് അറിയാൻ വയ്യ. ഫുഡെല്ലാം കഴിച്ച് രാത്രി പിന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 4 പേര് ഉണ്ടായിരുന്നെങ്കിലും അവരതൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു തണുപ്പിന് ആ ക്യാമ്പ് ഫയർ ശരിക്കും അത്യാവശ്യമായിരുന്നു. അത്രയ്ക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല സുഖമുള്ളൊരു തണുപ്പായിരുന്നു. ഒരു വൃത്തികെട്ട തണുപ്പല്ല, ഒരു സുഖമുള്ള തണുപ്പ് തന്നെയായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയറിലൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നേരത്തെ കിടക്കാമെന്ന് വെച്ചു. അപ്പോൾ തന്നെ സമയം ഏകദേശം 10:30 മണിയായി കാണും. ബിക്കോസ് നാളെ രാവിലെ ഞങ്ങൾക്ക് കൊലുക്കുമല പോകണം. അപ്പോൾ 3:30 എണീക്കണം. സോ നേരത്തെ കിടന്നാലേ നേരത്തെ എണീക്കാൻ പറ്റും. ഇറ്റ് വാസ് എ ലോങ് ഡേ.
അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ഡേയിലെ സൺറൈസ് ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. അതുവരേക്കും ബൈ ബൈ.